വളരെ ഒരു സന്തോഷമാണ്. കാരണം അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പാലക്കാടൊക്കെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും മോഡേൺ ആയിട്ടുള്ള സ്ഥലമില്ല. അങ്ങനെയാണ് എറണാകുളത്ത് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അത് കാണിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാൻ ഇവിടെ വേറൊരാൾക്ക് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പോകുന്നുണ്ട്. നേരത്തെ 2 വർഷം മുമ്പാണ്. ഇവർ വളരെ നല്ല രീതിയിൽ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഇന്നത്തെ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഒരിതാണ്. അപ്പോൾ അത് നല്ല എക്സസൈസും ട്രെയിനിങ്ങും ഇന്നും നാളെയും കൂടി ഇവരെ കുടുംബം കൂടെ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൈ ഉയർത്താനും ഒക്കെ പറ്റുന്ന ഇതിലെ ഏറ്റവും മോഡേണാണ്. ഇതിങ്ങനെ നമ്മൾ ഈ ടെലിഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കൊച്ചു വലുതാവുന്നതനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകും. ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് ഇതിന്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പം എല്ലാം അപ്ഗ്രേഡ് ചെയ്താണ്. 2 കൊല്ലം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ ഈ സ്ഥാപനത്തെ ഹോപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കും. കുഞ്ഞല്ലേ, അത് വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും. കാരണം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിന്റെ ചോദ്യമുണ്ട്. അതിൽ നമ്മളെല്ലാം തകർന്നു പോകും. ആ ചോദ്യത്തിനുള്ള നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവരത് ചെയ്യണമായിരുന്നു. കാരണം ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പിഴവുണ്ടായി കഴിയുമ്പോൾ ആ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പിഴവ് പറ്റി, കൊച്ചിനാണ് പറ്റിയത്. നമ്മൾ ആ പിഴവ് പരിഹരിക്കാൻ ഏത് അറ്റം വരെ പോകണമെന്ന് വെച്ചാൽ ആ അറ്റം വരെ പോയി ചെയ്യാം. ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ വിചാരിച്ചൊരു വ്യക്തി ഞാനിത് ചെയ്യാന്ന് പറഞ്ഞപ്പോ എത്രയോ പേരാണ് എന്നെ വിളിച്ചത്. അത് സാറി ചെയ്യേണ്ട, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ് എന്തോരം ആളുണ്ട് ഈ നാട്ടില് സഹായിക്കാൻ പറ്റിയ നല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ ഗവൺമെന്റിന് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പറയില്ല, 5 വർഷം കത്രിക വയറ്റിലിട്ടുകൊണ്ട് നടന്ന ഒരു സ്ത്രീ, അവരുടെ വേദന എന്തായിരുന്നു അറിയാം? 5 കൊല്ലക്കാലത്ത് വേദന. എന്നിട്ട് പിന്നീടാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തത്. ചെയ്തപ്പോ അകത്ത് പോയതാണ്. എന്നിട്ട് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ പെയിനാണ്. അത് ഞങ്ങൾ തന്നെ സഹായിക്കുന്നത്. അവിടെ സമരം ചെയ്ത് ഞാൻ 2-3 പ്രാവശ്യം അവരുടെ സമരത്തിന് പോയി. പിന്നെ എനിക്ക് തന്നെ കുറ്റബോധമായി. സമരം ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു ചികിത്സ. ഗവൺമെന്റ് ഒന്ന് ചെയ്യണ്ടേ? ഞാൻ അതാണ് നിയമസഭയിൽ ചോദിച്ചത്. രാഷ്ട്രീയം അല്ലാതെ ഏത് ഗവൺമെന്റ് ആയാലും ഒരു മനസാക്ഷി വേണ്ടേ നമുക്ക്? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ദുരന്തം പറ്റുമ്പോൾ പറ്റി അത് നടപടിയെടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അവരെ കൊണ്ട് പറ്റില്ല. താങ്ങാൻ പറ്റുമോ ഇത്? ഇങ്ങനത്തെ ഒരു ഇത്രയും പണമൊക്കെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഒരു വീട് പോലും, സ്ഥലം പോലും, 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. അപ്പൊ അവർക്ക് നമുക്കൊന്ന് സ്ഥലവും വാങ്ങിച്ചു കൊടുത്താൽ കൊച്ചിനൊരു സന്തോഷമായിട്ട് വീട് വേറെ ആൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലവും കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിജീവിതയോടൊപ്പം തന്നെ എന്ന് പറയുമ്പോൾ ആരാണ് അതിജീവിത? പരാതികളുമായിട്ട് വരുന്നവർ മാത്രമാണോ അതിജീവിതകൾ? അല്ലെങ്കിൽ അവരാണോ യഥാർത്ഥ അതിജീവിതമാർ എന്നുള്ള ചോദ്യമാണ് അവിടെ. ഇവിടെ പാലക്കാട്ടെ ഒരു 9 വയസ്സുകാരി, ഒരു കയ്യങ്ങ് നഷ്ടപ്പെട്ടു. ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട്, ഒരായുസിൻ്റെ 10% പോലും ജീവിച്ചിട്ടില്ലാത്ത ഒരു കുരുന്ന് കയ്യങ്ങ് നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലെ സിസ്റ്റം മുറിച്ചടുത്ത് മാറ്റി. ആ കുഞ്ഞിന് അതാണ് റിയൽ അതിജീവിത. ഒരു ദുരനുഭവം ഉണ്ടായിട്ട് ആ ദുരനുഭവം അതിജീവിച്ച വ്യക്തി, ഇതാണല്ലോ അതിജീവിത, അല്ലേ? ഇവിടെ ദുരനുഭവം എന്താണ്? എല്ലാ അർത്ഥത്തിലും സിസ്റ്റത്തിന്റെ പിഴവ്, ഗവൺമെന്റിന്റെ പിഴവ്, മന്ത്രിയുടെ പിഴവ്, ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പിഴവ്. ആ പിഴവിന്റെ യഥാർത്ഥ ഇര അതാണ് ഈ 9 വയസ്സുകാരി. ആയുസിന്റെ 10% പോലും ജീവിച്ചിട്ടില്ലാത്ത ആ കുരുന്നിനോടൊപ്പം നിൽക്കാൻ VD സതീശൻ നിലപാടുകൾ കൊണ്ട് മാത്രമല്ല, പ്രവർത്തന മേഖല കൊണ്ടും ഇരയോടൊപ്പം നിൽക്കാൻ കഴിയണം. നിങ്ങളൊന്ന് ആലോചിക്കണം. VD സതീശനാണോ ഇവിടുത്തെ സിസ്റ്റം? അല്ല. ആ സിസ്റ്റത്തിന് സാധിക്കാമായിരുന്ന കാര്യം, സിസ്റ്റം വേണ്ടെന്ന് വെച്ച് അവഗണിച്ച് വിട്ട് ചെയ്ത കാര്യം, അവഗണിച്ച് നെഗ്ലക്റ്റ് ചെയ്ത കാര്യം, ആ കാര്യം VD സതീശൻ ഏറ്റെടുക്കുന്നു. ഇവിടെ സിസ്റ്റം ആരാണ് സിസ്റ്റം? അപ്പോൾ VD സതീശൻ ഇതൊന്നും ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എവിടെയൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ വേദനിക്കുന്നു. അയാൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തോടുണ്ടാകുമ്പോൾ അയാൾ അത് ചെയ്തു കൊടുക്കുന്നു.
ഔട്ട് ഓഫ് സിസ്റ്റമായിട്ട് പോലും. അല്ലേ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഔട്ട് ഓഫ് സിലബസ്, ഇത് ഔട്ട് ഓഫ് സിസ്റ്റമാണ്. പക്ഷേ ആ ഒരു മനസ്സാണ് ഇത്. നമ്മൾ സോഷ്യൽ മീഡിയകളിൽ അതിജീവിതയോടൊപ്പം എന്ന് എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ കപ്പിൻ്റെ മേലിൽ, ചായ കപ്പിൻ്റെ മേലിൽ അതിജീവിതയോടൊപ്പം എന്ന് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് ചായ കപ്പിൽ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. പ്രവർത്തനം കൊണ്ടതിന് കഴിയണമെന്നുള്ളതാണ്. അത് എങ്ങനെ കഴിയും? അതിജീവിതയോടൊപ്പം നിൽക്കണം. അത് അതിജീവിതമാരെന്ന് പറയുന്നത് ഒരാൾ പരാതി നൽകുമ്പോൾ ആ കുറ്റാരോപിതൻ ആരാണെന്ന് സെലക്റ്റീവാക്കി നോക്കിയിട്ട് കണ്ടെത്തപ്പെടുന്ന അതിജീവിതമാരല്ല. ഇപ്പോൾ കുറ്റാരോപിതൻ രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ അതിജീവിതയോടൊപ്പം, അതല്ലെങ്കിൽ വേട്ടക്കാരനൊപ്പം, അതല്ല അതിജീവിതയോടൊപ്പം എന്ന് പറയുന്ന നിലപാട്. അല്ലേ, പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെയും പരാതി കൊടുത്ത ആളുകളുണ്ടായിരുന്നു. അവിടെ പരാതി അണ്ണാക്കിലേക്ക് തള്ളിയതാണ്. പി ശശിക്കെതിരെയും പി കെ ശശിക്കെതിരെയും പരാതി കൊടുത്ത ആളുകളുണ്ടായിരുന്നു. അവിടെയും ഈ പരാതി അണ്ണാക്കിലേക്ക്, അല്ലെങ്കിൽ AKG സെന്ററിന്റെ അട്ടത്ത്. അതല്ല അതിജീവിതയോടൊപ്പം. അതിജീവിതയോടൊപ്പം എന്നൊക്കെ പറയുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? അതും പട്ടിണിപ്പാവങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയണം. ഇതാണ് കുരുന്ന്. ഈ കുരുന്നാണ്, ആ കുരുന്ന് അനുഭവിച്ച വേദന, ആ കുരുന്നിനുണ്ടായ മാനസിക സംഘർഷം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൈ അങ്ങ് മുറിച്ചു മാറ്റപ്പെടുകയാണ്, അതും വലത്തെ കൈ. എത്രമാത്രം ആ കുട്ടി സ്വന്തം അമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വല്ലാത്തൊരു ചോദ്യമാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിയുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്തു നോക്ക്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുരുന്ന് ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, അത് ഉൾക്കൊള്ളാൻ കഴിയണം. അതിനൊരു മനസ്സ് വേണം, കല്ലല്ല വേണ്ടത്. ഒരു നാച്ചുറലായിട്ടൊരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു മനസ്സ് അതുണ്ടാവണം. അതിനപ്പുറം അധികാരം എന്ന് പറഞ്ഞ് കല്ലാക്കി മാറ്റിയ മനസ്സുണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിൽക്കാൻ കഴിയില്ല. വി.ഡി. സതീശൻ ദ റിയൽ ഹീറോ എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നതിനുള്ള കാരണം അതാ. അയാൾ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും എല്ലാം കൊണ്ടും അതിജീവിതയോടൊപ്പം തന്നെ ആവണം. അതാണ് ഈ പറയുന്ന അത്. അവിടെ അതിജീവിത ആരാണ് എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമായി നിർത്തേണ്ട കാര്യമാണ്. ആരാണ് അതിജീവിത എന്നൊക്കെയുള്ളത് മനസ്സിലായില്ലേ? സിസ്റ്റം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, സിസ്റ്റത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പിഴവ്, അത് സിസ്റ്റത്തിന് തന്നെ നികത്താമായിരുന്നു, ഗവൺമെൻറ്റിന് ചെയ്യാമായിരുന്നു. വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതിണ്ടായിരുന്നില്ല. അപ്പോൾ വേണ്ടെന്ന് വെച്ച് നെഗ്ലക്റ്റ് ചെയ്ത കാര്യം, പക്ഷേ അതിനെ ഏറ്റെടുക്കാൻ വി.ഡി. സതീശനുണ്ട്. ഇയാൾ തന്നെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ച് കാത്തിരിക്കുക അല്ലേ? അതുണ്ടാവുകയും ചെയ്യും, അതിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ പട്ടിണിപ്പാവങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുടുംബത്തിൻ്റെ, വിനോദിനി എന്ന് പറയുന്ന ആ കുരുന്നിൻ്റെ കുടുംബം, സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ 1 സെൻറ്റ് ഭൂമി പോലുമില്ല. അങ്ങനത്തെ ഒരു കുടുംബം. ആ കുടുംബത്തിന് എങ്ങനെ ഇതൊക്കെ അഫോർഡബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അഫോർഡ് ചെയ്യാൻ പറ്റണ്ടേ? അവിടെയാണ് ഇത്തരത്തിൽ കാരുണ്യത്തിൻ്റെ ഈ സഹായഹസ്തങ്ങൾ ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ ആരുടെ പിഴവാ? സിസ്റ്റത്തിൻ്റെ പിഴവാ. ഇവിടെ ആരാ ഇത് ചെയ്യേണ്ടത്? സിസ്റ്റം ചെയ്യേണ്ടതാ. പക്ഷേ സിസ്റ്റത്തിന് സെലക്റ്റീവാണ്. സിസ്റ്റം എപ്പോഴും പ്രശസ്തിയുടെയും ഫെമിലാരിറ്റിയുടെയും പിന്നാലെയാണ്, പോപ്പുലാരിറ്റിയുടെയും ഒക്കെ. അവിടെ സിസ്റ്റം ആലോചിക്കുന്നത് കൂടെ നിന്നാൽ എന്ത് കിട്ടുമെന്നുള്ളതാ. വിനോദിനിക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാനില്ല. പക്ഷേ അങ്ങനെ കിട്ടാവുന്ന ആളുകളോടൊപ്പം നിന്നാൽ സിസ്റ്റം കൂടെ നിൽക്കും. അതാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള ഈ പറയുന്ന അതിജീവിതയോടൊപ്പമാണ് സിസ്റ്റം നിൽക്കുന്നത്. അവിടെയും സിസ്റ്റത്തിനോടുള്ള ചോദ്യം, ഇവരെ അതിജീവിതമാര് തന്നെയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ? കാരണം കോടതി തന്നെ ആവർത്തിച്ച് ചോദിക്കുക, അതിജീവിതയാണെങ്കിൽ എന്തെങ്കിലും ഒരു ദുരനുഭവത്തിലൂടെ കടന്നു കയറണം.
അല്ലേ? അവർ ഒരു ആക്രമിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. അപ്പോൾ കോടതി ചോദിക്കുക, എവിടെ ബലാത്സംഗം, എവിടെ പീഡനം എന്ന് കോടതി ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതിജീവിതയാവുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് മറുപടികളില്ല താനും, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വിഷയം പല വഴിയിലോട്ട് ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും വി ഡി സതീശൻ ദ റിയൽ ഹീറോ. അയാൾ നിലപാടുകൾ പറഞ്ഞ് നാവ് കൊണ്ട് മാത്രമല്ല പറയുന്നത്, ആ പറയുന്ന നിലപാടുകൾ പ്രാവർത്തികമാക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിടേണ്ട ഗതികേട് വി ഡി സതീശനില്ല. പലർക്കും അങ്ങനെ ചെയ്യേണ്ടി വന്നു, അല്ലേ? രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് പോയിട്ട് ഒപ്പിട്ട് വന്നിരുന്നിട്ട് ഞാനാണ് വലിയ പോരാളി എന്ന് പറയുന്ന സ്വന്തം അവകാശപ്പെടുന്ന ആളുകൾ. പക്ഷേ ജനത്തിനു കൂടി തോന്നണ്ടേ ആരാണ് പോരാളി എന്നുള്ളത്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു, വി ഡി സതീശൻ ദ റിയൽ ഹീറോ എന്ന്. അയാൾ തന്നെ വരണം. കാരണം ചേർത്ത് പിടിക്കാനും എല്ലാത്തിനും ഈ പറയുന്ന പരാതി പറയുന്നതോടൊപ്പം ഫോൾട്ടുകൾ, പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം വി ഡി സതീശൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ്, ആ പ്രതിപക്ഷ നേതാവ്, ഇന്ന് പ്രതിപക്ഷ നേതാവാണ്, നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ നേതാവിന് അയാളുടെ മുന്നിൽ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ സൊല്യൂഷനുകളും അയാളുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ വിനോദിനിയുടെ കാര്യത്തിലും ഈ 9 വയസ്സുകാരി കുരുന്നിൻ്റെ കാര്യത്തിലും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ പിഴവിനാൽ കൈ നഷ്ടപ്പെട്ടു, കൈ അറുത്ത് മുറിച്ച് മാറ്റി സിസ്റ്റം. ആ സിസ്റ്റത്തിന് അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ സിസ്റ്റം അത് ചെയ്തില്ല. കാരണം എന്താ? വിനോദിനിക്ക് പിറകെ പോയിട്ട് കാര്യമില്ല. പിന്നെ സിസ്റ്റം അതിനെ അവഗണിച്ചു. പകരം സൊല്യൂഷൻ, പ്രതിപക്ഷ നേതാവ് ഔട്ട് ഓഫ് സിസ്റ്റം ഒരു സൊല്യൂഷൻ വരികയാണ്. അതുതന്നെയാണ് വി ഡി സതീശനെ വേറിട്ട് നിർത്തുന്നതും. അയാൾക്ക് എല്ലാത്തിനും കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്. എല്ലാത്തിലും ഉപരി സൊല്യൂഷനും അയാളുടെ കൈകളിലുണ്ട്. പ്ലാൻ ബി അയാളുടെ കൈകളിലുണ്ട്. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ ഏതെങ്കിലും മണ്ണാ കുണ്ണാ കിണ്ണാ കിണ്ണ എന്ന് പറയുന്ന ആളുകളെ അല്ല നമുക്ക് ആവശ്യമുള്ളത്. മനസ്സിലായില്ലേ? അധികാരം മാത്രം കയ്യിൽ കിട്ടിയിട്ട് സ്വജനപക്ഷപാതവും മക്കളും കുടുംബവും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഈ സമൂഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഈ പറയുന്ന ഒരു കാരുണ്യത്തിൻ്റെ ഹൃദയമുണ്ടാവണം, ചേർത്ത് പിടിക്കാൻ കഴിയണം. നിലപാടുകൾ, പറഞ്ഞ നിലപാടുകൾക്ക് നട്ടെല്ല് വളക്കാതെ ആ നിലപാടുകൾ പ്രാവർത്തികമാക്കാനും കഴിയണം. അവിടെയാണ് വി ഡി സതീശൻ വേറിട്ട് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കുരുന്നിൻ്റെ കൈ കാണുമ്പോഴും നമുക്ക് മനസ്സ് വേദനിക്കും. ആ കൈയല്ല ആ കുരുന്നിനുണ്ടാവേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൃത്രിമ കൈയായിരുന്നില്ല ആ കുഞ്ഞിന് ആവശ്യം. ആ കുഞ്ഞിൻ്റെ കൈ അവിടെ ഉണ്ടായിരുന്നതാ, അത് സിസ്റ്റം മുറിച്ച് മാറ്റിയതാ. പക്ഷേ സൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ. ആ സൊല്യൂഷൻ അപ്പുറത്തേക്ക് മറ്റൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നിലവിൽ ആ ഒരു സൊല്യൂഷൻ അത് നടപ്പിലാക്കാൻ പ്രതിപക്ഷ നേതാവ് സതീശൻ വേണ്ടി വന്നു എന്നുള്ളത്, അതാണ് ഇവിടെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശൻ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും. അത് പ്രാവർത്തികമാക്കേണ്ടത് നമ്മളെ ഓരോരുത്തരുടെയും ബാധ്യസ്ഥതയുമാണ്.